നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു അതിഥിയുണ്ട്. ആ അതിഥിയിലേക്ക് പോകും മുൻപ് ഒരു റിപ്പോർട്ട് കാണാം. 1943 ഡിസംബർ 30 നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആൻഡമാനിൽ ആദ്യമായി ത്രിവർണ്ണ പതാക ഉയർത്തിയതിന്റെ ചരിത്ര പ്രാധാന്യത്തെ സംഗീതമായി ആവിഷ്കരിച്ചിരിക്കുകയാണ് പെഹ്ലാ തിരംഗ് എന്ന ദേശഭക്തി ഗാനത്തിലൂടെ. SN ശ്രീപ്രകാശ് എന്ന അതുല്യ കലാകാരനാണ് മൈക്രോ മൂവി സോങ്ങിന്റെ ഈ സൃഷ്ടിക്ക് പിന്നിൽ. സ്വാതന്ത്ര്യ സമരകാലത്തിലെ ചരിത്ര മുഹൂർത്തങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന ദേശഭക്തി ഗാനം പൂർണ്ണമായും ആൻഡമാനിലാണ് ചിത്രീകരിച്ചത്. പെഹ്ലാ തിരംഗാ പെഹ്ലാ പെഹ്ലാ തിരംഗ കേവലമൊരു ഗാനമല്ല, അനേകം ദേശാഭിമാനികളുടെ ത്യാഗത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. 1943 ഡിസംബർ 30 നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആൻഡമാൻ ഭൂമിയിൽ ആദ്യമായി ത്രിവർണ്ണ പതാക ഉയർത്തിയതിന്റെ സ്മരണയ്ക്കായാണ് ഗാനം സമർപ്പിക്കുന്നത്. സെല്ലുലാർ ജയിലിലെയും വൈപ്പർ ഐലൻഡിലെയും ക്രൂരതകൾ ഓരോന്നും തന്റെ ദേശഭക്തി ഗാനത്തിലൂടെ ശ്രീപ്രകാശ് ദൃശ്യവൽക്കരിക്കുന്നു. इतिहास के हर पन्ने से गूंजती है उनकी आवाज. ജീവിതത്തിന്റെ വലിയൊരു ഭാഗം ആൻഡമാനിൽ ചെലവഴിച്ച SN ശ്രീപ്രകാശ് എന്ന അതുല്യ കലാകാരനാണ് ദേശഭക്തി ഗാനത്തിന്റെ സൃഷ്ടിക്ക് പിന്നിൽ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതേപോലുള്ള ഒരു ലാൻഡിലാണ് വർക്ക് ചെയ്തത്. അറൗണ്ട് 34, 35, 36 ഇയേഴ്സ് ഇൻ വേരിയസ് കപ്പാസിറ്റീസ് ഐ വാസ് ദെയർ. സ്റ്റാറ്റിസ്റ്റീഷ്യനായിരുന്നു, ടീച്ചറായിരുന്നു, പിന്നെ ചിത്രകാരനാണ് ബേസിക്കലി. അപ്പോൾ എനിക്ക് ആ ഒരു ലാൻഡിനോടുള്ള എൻ്റെ ഒരു സ്നേഹം അത് വെളിവാക്കാൻ വേണ്ടി കൂടെയാണ് ഞാനിത് ചെയ്തത്. സുഭാഷ് ചന്ദ്രബോസിനോടുള്ള അടങ്ങാത്ത സ്നേഹമാണ് ഗാനത്തിന് പ്രചോദനമായത്. പെഹ്ലാ തിരംഗ എന്ന് പറഞ്ഞ പോയിന്റ് എല്ലാവരിലേക്കും എത്തണം, എല്ലാവരും അറിയണം എന്നാണ് ആദ്യമായിട്ടൊരു ത്രിവർണ്ണ പതാക ഉയർന്നത് എവിടെയാണ് എന്നുള്ളത്. ഇതേപോലെ ഒരു ബ്ലസ്ഡ് ലാൻഡിലായിരുന്നു അത് ആദ്യമായിട്ട് ചെയ്തത്. സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു എന്നുള്ളത് എല്ലാവരും അറിയണം. അതാണ് ഇതിൻ്റെ പിന്നിലുള്ള പ്രധാനമായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗവും യാതനകളും പറയുന്ന മൈക്രോ മൂവി സോങ് പാട്ടിലൂടെ കഥ പറയുകയാണ്. പെഹ്ലാ തിരംഗ എന്ന് പറയുന്നത് ഫസ്റ്റ് ട്രൈ കളർ. ഇത് ഞാൻ ഈ മൈക്രോ മൂവി സോങ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് ഇറ്റ്സ് എ സല്യൂട്ടേഷൻ ടു ദി ഫസ്റ്റ് ട്രൈ കളർ ഹോയിസ്റ്റഡ് ബൈ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇൻ 1943 ഓൺ 30th ഡിസംബർ. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പെഹ്ലാ തിരംഗ എന്ന് പറയുന്ന ഈ മൈക്രോ മൂവി സോങ് ഞാൻ ചെയ്തത്. പ്രധാനമായിട്ടും ഈ ഒരു ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ് ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രധാനമായിട്ടുള്ളൊരു ഉദ്ദേശം എന്ന് പറയുന്നത്, ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ചിത്രകാരൻ കൂടിയായ ശ്രീപ്രകാശ് ആൻഡമാനിലെ ചരിത്ര മുഹൂർത്തങ്ങളെ ആധാരമാക്കി നിരവധി ചിത്രങ്ങൾക്കും ചാരുതയേകി. മഹാഭാരതത്തിലെ മുഹൂർത്തങ്ങളെ ആധാരമാക്കിയുള്ള ചിത്രരചന എന്ന വലിയ മോഹം കൂടിയുണ്ട് ശ്രീപ്രകാശിന്. ഒരു വലിയൊരു പ്രോജക്റ്റ് വരുന്നുണ്ട്. ഒരു 3 വർഷം അതെടുക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മഹാഭാരതം വരയ്ക്കുക എന്നുള്ളതാണ്. എൻ്റെ 19 പെയിൻറ്റിങ്സ് ഉണ്ടാവും ബേസ്ഡ് ഓൺ ദ ഒറിജിനൽ മഹാഭാരതം വരയ്ക്കണം എന്നുള്ളത്. ശ്രീപ്രകാശിന്റെ കലാപ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണയായി ഭാര്യ ജയശ്രീയും ഒപ്പമുണ്ട്. ദേശഭക്തി തുളുമ്പുന്ന പെഹ്ലാ തിരംഗ എന്ന ഗാനത്തിന്റെ ആശയവും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് ശ്രീപ്രകാശ് തന്നെയാണ്. പ്രിയങ്ക താലൂക്ക്ദാർ എഴുതി രാമവർമ്മ തമ്പുരാൻ സംഗീതം നൽകിയ ഗാനം ആലപിച്ചത് മേജർ രാജ് പ്രസാദും സരിത രാജീവും ചേർന്നാണ്. ആൻഡമാനിലെ ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്തിയത് അയ്യപ്പൻ N.
രാജ്യസ്നേഹികളായ ഓരോ പൗരന്മാരും ആൻഡമാൻ സന്ദർശിക്കണമെന്നാണ് ശ്രീപ്രകാശ് പറയുന്നത്. ഇവിടെ നിന്നും ഒന്ന് കണ്ണടച്ചാൽ അനേകം ദേശാഭിമാനികളുടെ ത്യാഗപൂർണമായ ജീവിതം അനുഭവിച്ചറിയാമെന്ന് ശ്രീപ്രകാശ് ഓർമ്മപ്പെടുത്തുന്നു. തൻ്റെ ചിത്രങ്ങളിലൂടെയും മ്യൂസിക്കൽ ആൽബത്തിലൂടെയും ആൻഡമാനെ ലോകത്തിലേക്ക് അറിയുക, അതോടൊപ്പം ദേശീയതയും ത്രിവർണ്ണ പതാക ദിനവുമെല്ലാം ഒരിക്കൽ കൂടി ഈ ദേശീയവാദികളും അതോടൊപ്പം തന്നെ ഭാരതീയതും ഓർത്തെടുക്കുക എന്നതാണ് ശ്രീപ്രകാശ് ഉദ്ദേശിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് പുത്തൻപുളരിയിൽ അതിഥിയായി ചേരുകയാണ് ഈ പുത്തൻ ദേശഭക്തി ഗാനത്തിന്റെ ശില്പി SN ശ്രീപ്രകാശ്. നമസ്തേ, വെരി ഗുഡ് മോർണിംഗ് SN ശ്രീപ്രകാശ്. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ നേരുകയാണ്. എത്ര മനോഹരമായാണ് ആ മൈക്രോ മൂവി സോങ് താങ്കൾ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്ന കുറച്ച് പെയിന്റിങ്സ് ഉണ്ട്, അതൊക്കെ താങ്കളുടെ കലാസൃഷ്ടിയാണ്, ഗംഭീരമായിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഒരു ആശയത്തിലേക്ക് എത്തിച്ചേരുന്നത്? എന്തായിരുന്നു പ്രചോദനം? ഇത് വർഷങ്ങൾക്ക് മുൻപ് ഉള്ള ആഗ്രഹമായിരുന്നു ഇത് ചെയ്യണമെന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഒരു 2004 ശേഷമാണ് കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്. ഞാനും ജയശ്രീയുമായിട്ട് ഇങ്ങനെ ഒരുമിച്ച് റോസ് ഐലൻഡ് എന്ന് പറയുന്നൊരു ചെറിയ ദ്വീപുണ്ട്. ഇപ്പോഴത് സുഭാഷ് ചന്ദ്രബോസ് ഐലൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ ഞങ്ങൾ ഒരുമിച്ച് ചിത്രം വരയ്ക്കാൻ പോയി. അതിനുശേഷം ഞങ്ങൾ കരുതിയത് എന്തെങ്കിലും നമുക്കൊന്ന് ചെയ്തേ പറ്റുള്ളൂ. ദിസ് എ മെയിൻ ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ് ഈസ് ഗെറ്റിംഗ് ഹിഡൻ. അതുകൊണ്ട് അത് പുറത്ത് കൊണ്ടുവന്നേ പറ്റൂ എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു കാലമായിരുന്നു 2004 ആഫ്റ്റർ ദറ്റ് സുനാമി. പിന്നീട് 2018 പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി അദ്ദേഹം വന്നിരുന്നു. അദ്ദേഹം വന്ന് ഒരു വളരെ വലിയൊരു ഫ്ലാഗ് അവിടെ ഹോസ്റ്റ് ചെയ്തു പോർട്ട് ബ്ലെയറിൽ. ഇപ്പോഴതിന് നമ്മൾ ശ്രീവിജയപുരം എന്നാണ് അതിന് പേര് കൊടുത്തിരിക്കുന്നത്. ആ സ്ഥലത്തിൻ്റെ പേര് ഇപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ റിട്ടയറായി. ഏതാണ്ട് 2020 ഞാൻ റിട്ടയറായി. ഐ വാസ് എ സ്റ്റാറ്റിസ്റ്റീഷ്യൻ ദെയർ ഇൻ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഓൾസോ. എന്നിട്ട് റിട്ടയർ ആയതിനു ശേഷം ഞാൻ കരുതി ഇത് ഇങ്ങനെ ചെയ്താൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പുസ്തകങ്ങളൊക്കെ ചെയ്തു. എന്നാലും ഞാൻ കരുതി ഒരു സോങ് ചെയ്യാം എന്ന് കരുതി. അപ്പോൾ സോങ് എന്ന് പറയുമ്പോൾ മൈക്രോ മൂവി സോങ് എന്ന് പറയുമ്പോൾ ഒരു ടെല്ലിങ് എ സ്റ്റോറി, ഒരു ചെറിയൊരു സ്പാൻ ഓഫ് ടൈമിൽ ചെറിയൊരു സമയം കൊണ്ട് ഒരു വലിയ കഥ പറഞ്ഞു തീർക്കേണ്ട ഒരു ടാസ്ക് അതിനകത്തുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ചിന്തിച്ചു. N. അയ്യപ്പൻ എന്ന് പറയുന്ന എൻ്റെ ഫ്രണ്ടുണ്ട്, ഈസ് എ ഗുഡ് സിനിമാറ്റോഗ്രാഫർ. അദ്ദേഹവും ഞാനും രാമവർമ്മ തമ്പുരാൻ എന്ന് പറയുന്ന ഗ്രേറ്റ് മ്യൂസീഷ്യൻ നമ്മുടെ കിളിമാനൂർ കോവിലകത്തെ, ഞങ്ങളെല്ലാവരും ഇരുന്ന് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു. പ്രിയങ്ക താലൂക്കാർദാർ എന്ന് പറയുന്നൊരു പെൺകുട്ടിയെ കൊണ്ട് എഴുതിച്ചു. അത് ആൻഡമാനിൽ തന്നെ ജനിച്ച് വളർന്ന കുട്ടിയാണ്. അപ്പോൾ അങ്ങനൊരു പാട്ട് എഴുതി. പിന്നെ അതിനെക്കുറിച്ച് കുറച്ച് ചിത്രങ്ങളൂടെ കണക്ട് ചെയ്തിട്ട് അതിൻ്റെ സ്റ്റോറി ഉണ്ടാക്കി. അങ്ങനെ ആ ഒരു പാട്ട് ചെയ്യാൻ കഴിഞ്ഞു. പിന്നെ അത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ശ്രീഭാവം മോഷൻ പിക്ചേഴ്സാണ്. ജയശ്രീയാണത് പ്രൊഡ്യൂസർ എന്ന് പറയുന്നത്, എൻ്റെ വൈഫ്. തീർച്ചയായും ഈ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഈ ഒരു ഗാനം ചിത്രീകരിച്ചിരിക്കുന്നത്. അതിന് പ്രത്യേക അഭിനന്ദനങ്ങൾ ഒന്നുകൂടി നേരുകയാണ്. ഈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, കേരളത്തിലാണ് ജനിച്ചതെങ്കിലും 39 വർഷം കൊണ്ട് ആൻഡമാനിലാണ് ആണ്. അപ്പോൾ നമുക്കറിയാം ഈ ആൻഡമാൻ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് എത്രത്തോളം പ്രാധാന്യമുള്ള സ്ഥലമാണെന്ന്. അവിടെ ഇപ്പോൾ അവിടെ ആയാലും 7 പേരെ തൂക്കിലേറ്റിയിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം ചരിത്ര പ്രാധാന്യം ആ നാടിന് ലഭിക്കുന്നുണ്ട്? വളരെയേറെ പ്രാധാന്യമുള്ള സ്ഥലം തന്നെയാണ്. എസ്പെഷ്യലി പ്രീ ഇൻഡിപെൻഡൻസ് ഇറ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു സ്വാതന്ത്ര്യ സമര സേനാനികളിൽ പൊളിറ്റിക്കൽ പ്രിസണേഴ്സ് ഒത്തിരി അവിടെ വേദന അനുഭവിച്ച സ്ഥലമാണത്. അത് ഈ വൈപ്പർ ഐലൻഡ് എന്നൊക്കെ പറയുന്നത് ദെർ വാസ് എ ഗാലോ. അതിൻ്റെ കൂടെ തന്നെ ചേർന്നിട്ടൊരു ജയിലുണ്ടായിരുന്നു, ആദ്യത്തെ ജയിൽ. അവിടെ ഒരു സമയത്ത് 7 പേരെ തൂക്കിക്കൊല്ലാൻ പറ്റും. പ്രത്യേകിച്ച് വിചാരണകളും കാര്യങ്ങളും ഒന്നും ഇല്ല. അതങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. അന്നത്തെ ബ്രിട്ടീഷേഴ്സിൻ്റെ കൺട്രോളിലല്ലേ. അങ്ങനെയാണ് ആ സമയത്തൊക്കെ. അതിനുശേഷം പിന്നീട് സെല്ലാർ ജയിൽ ഉണ്ടാക്കി. സെല്ലാർ ജയിൽ എന്ന് പറയുന്നത് തടവുകാർക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട തടവറകളാണത്. ഓക്കെ, അങ്ങനൊരു വളരെ വലിയൊരു സെല്ലാർ ജയിലുണ്ടായിരുന്നു. അതിനകത്ത് മുഴുവൻ വേദനകൾ മാത്രമേ ഉള്ളൂ. അവിടുത്തെ ഭിത്തികൾക്ക് പറയാൻ വേദനകളെക്കുറിച്ചും കണ്ണുനീരിനെക്കുറിച്ചും മാത്രമേ പറയാനുള്ളൂ. വന്ദേമാതരം എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് അതുങ്ങൾ ഭയങ്കരമായിട്ട് അതിൻ്റെ രോഷം പറയുമ്പോഴും ഇഷ്ടം പോലെ തല്ലും ഒക്കെ കിട്ടി. ഈ ചങ്ങലുകളൊക്കെ ഇട്ടിട്ടാണ് അതുങ്ങളെ അതിനകത്ത് ഇട്ടിരിക്കുന്നത്. അദ്ദേഹമൊക്കെ അവിടെ ഉണ്ടായിരുന്നതാണ്. സാവർക്കർക്ക് പ്രത്യേക ഒരു സെല്ലുണ്ടായിരുന്നു. അതിൻ്റെ അടുത്തായിരുന്നു ഗാലോസ്.
ഒത്തിരി കഥകൾ പറയാനുണ്ട് സെല്ല്. അതിനെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് എ ബിഗ് എന്താ ഒത്തിരി സമയം വേണ്ടി വരും അതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന്. ഇറ്റ്സ് എ വെരി ബിഗ് ചാപ്റ്റർ. അപ്പോൾ പിന്നീട് ആ ഒരു സെല്ലാർ ജയിൽ, അങ്ങനെ ഈ പിന്നെ വൈപ്പർ ഐലൻഡിലാണെങ്കിൽ അവിടുത്തെ ഗാലോസ്, ഇതെല്ലാം വേദനകൾ മാത്രം വിതറുന്ന കുറച്ച് എന്തായാലും ഹെറിറ്റേജസ് മെമ്മറീസാണ്, മെമ്മോറിയൽസാണ് അതൊക്കെയെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആൻഡമാൻസിൽ പോകുമ്പോൾ ഇറ്റ്സ് എ ടൂറിസ്റ്റ് പ്ലേസ്, ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങളതിനകത്ത് എൻട്രി ചെയ്യുമ്പോൾ അതിനകത്തൊരു ഒരു ഒരു ദേവാലയത്തിൽ പോകുന്നത് പോലെ എൻട്രി ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. തീർച്ചയായും ശ്രീ എൻ ശ്രീപ്രകാശ്, അതായത് 2004 സുനാമി, ആ ഒരു സുനാമി വിതച്ച ഭീകരത നമ്മളൊന്നും മറന്നിട്ടുണ്ടാകില്ല. അതിന് സാക്ഷി വഹിച്ച ഒരാളുകൂടിയാണ് താങ്കൾ. അപ്പോൾ ആൻഡമാനിനെ അത് എത്രത്തോളം തകർത്തു, മാത്രമല്ല ആ ഒരു സുനാമി താങ്കൾ ഒരു കലാകാരൻ എന്ന നിലയിൽ താങ്കളുടെ കാഴ്ചപ്പാടിനെ എങ്ങനെയൊക്കെ മാറ്റിമറിച്ചു? സുനാമി വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള, ഏറ്റവും ഭയങ്കരമായിട്ട് ജനങ്ങളെ തകർത്ത ഒരു നാച്ചുറൽ ഡിസാസ്റ്ററായിരുന്നു. അതിനകത്ത് ഒരു പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞ്, ഞാനിന്ന് പോർട്ട് ബ്ലെയറിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. ഞങ്ങളുടെ ഒരു ചെറിയ ഫ്ലാറ്റ് ഉണ്ടായിരുന്നു, അതൊക്കെ ക്രാക്കായി. ഞങ്ങൾ വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. എന്നിരുന്നാൽ തന്നെയും ഈ കാർണിക്കോബാർ എന്ന് പറയുന്ന ഒരു ഐലൻഡുണ്ട്, അവിടെ ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥലമാണ്. അവിടെ ഞാൻ ടീച്ചറായിരുന്നു. പിന്നീട് അവിടെ തന്നെ സ്റ്റാറ്റീഷ്യനായിട്ട് ഞാൻ മാറി. ആ ഒരു ഐലൻഡ് എന്ന് പറയുന്നത് ഭയങ്കര സൗന്ദര്യമുള്ളൊരു സ്ഥലമായിരുന്നു. അവിടെയായിരുന്നു ഞങ്ങളുടെ ഹണിമൂണൊക്കെ. അങ്ങനെ ആ ഒരു സ്ഥലം, ആ സൗന്ദര്യമുള്ള ദ്വീപ് മുഴുവൻ നാശമായിപ്പോയി. അവിടെ ഞാൻ ചെയ്തൊരു കത്തീഡ്രൽ ഉണ്ടായിരുന്നു. കത്തീഡ്രലിനകത്ത് കുറേ ചിത്രങ്ങളൊക്കെ ചെയ്തിരുന്നു. അതെല്ലാം ടോട്ടലി വാഷ്ഡ് ഔട്ടായി. അടുത്തൊരു ഗ്രേവ് യാർഡ് ഉണ്ടായിരുന്നു, അതെല്ലാം പോയി. നിക്കോബാറിനെ സംബന്ധിച്ചുള്ള അവിടുത്തെ നല്ല മനുഷ്യരാണ്, നല്ല സ്നേഹമുള്ള മനുഷ്യരാണ്. ട്രൈബൽസും കൂടെ അല്ലേ, ട്രൈബൽ പീപ്പിളാണ് അവർ, വളരെ സ്നേഹമുള്ളവരാണ്. അപ്പോൾ അങ്ങനെ കുറേ സൗഹൃദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിലൊത്തിരി പേര് മരിച്ചുപോയി ആ ഒരു സമയത്ത്. അതിനുശേഷം ഇത് ഞാൻ കാൻഡിൽസ് ഓൺ വേവ്സ് എന്ന് പറഞ്ഞൊരു പെയിൻറ്റിങ് ചെയ്തു. കാരണം സ്ഥലങ്ങളില്ല അവർക്ക്, അവരുടെ ഒരു ആത്മാക്കൾക്ക് വേണ്ടിയിട്ടൊരു മെഴുകുതിരി കത്തിക്കാനൊരു സ്ഥലമില്ല. അന്നേരം ഞാൻ ചിന്തിക്കുകയായിരുന്നു, അലറി വരുന്ന ഈ തിരമാലകളിലെങ്കിലും ഞാനൊരു മെഴുകുതിരി കത്തിച്ചോട്ടെ എന്ന് കരുതിയിട്ട് ഞാനൊരു ചിത്രം ചെയ്തു. പിന്നീട് അതിൻ്റെ ഒരു സീരീസ് ചെയ്തു. പിന്നീട് അത് ദർബാർ ഹാളിൽ, കലാ അക്കാഡമി അതിൽ എക്സിബിറ്റ് ചെയ്തിരുന്നു. എന്നിട്ടും ഇതിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു വേദന മാറാതായപ്പോൾ വൈഫ് പറഞ്ഞു, ഒരു കാര്യം ചെയ്തൊരു പുസ്തകം എഴുതുക, ഇതിനെക്കുറിച്ചൊരു എന്തെങ്കിലും ഒന്ന് എഴുതുക, ചിത്രങ്ങളൊക്കെ ചെയ്തോളൂ, പണ്ടത്തെ ഓർമ്മകളിൽ നിന്ന് ഉള്ള ചിത്രങ്ങൾ, അവിടുത്തെ ഒരു പഴയ അവരുടെ ഒരു ജീവിത രീതി എല്ലാം കൂടെ വെച്ചിട്ടൊരു പുസ്തകം ചെയ്തു, കാൻഡിൽസ് ഓൺ വേവ്സ് എന്ന് പറഞ്ഞിട്ട്. അത് സാഹിത്യ അക്കാദമിയിൽ റിലീസ് ചെയ്തിരുന്നു. വൈശാഖ സാറൊക്കെ ഉണ്ടായിരുന്നു, അദ്ദേഹമാണ് അത് റിലീസ് ചെയ്തത്. പിന്നെ അതിനുശേഷം അതിൻ്റെ ആ ഒരു തുടർച്ചയായിട്ടിപ്പോൾ ഞാനതിനൊരു സ്റ്റോറി ബോർഡും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. മേ ബി ഇറ്റ്സ് എ ഫിലിം ഇൻ കമ്മിങ് ഇയേഴ്സ്. അതാണ് എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. കാരണം നിക്കോബാർ എന്ന് പറയുന്നത് അത്രമാത്രം ഞാൻ സ്നേഹിച്ച സ്ഥലമാണ്. മറക്കാനാവാത്ത അനുഭവമാണ് സുനാമി. തീർച്ചയായും ഞാൻ താങ്കളുടെ ചിത്രങ്ങളൊക്കെ ഇങ്ങനെ നോക്കുകയായിരുന്നു. ഓരോ ചിത്രങ്ങൾക്കും ഓരോ കഥ പറയാനുണ്ട് ശ്രീപ്രകാശ്. അതായത് ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ കൂടുതൽ ദേശീയതയെ സ്നേഹിക്കുന്ന ഒരാളാണ് താങ്കളെന്ന് മനസ്സിലാക്കുന്നത്. താങ്കളുടെ ചിത്രത്തിലുടനീളം അതാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. പിന്നീട് ഈ സ്ത്രീകൾ, വിവാഹശേഷം സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികൾ, ഈ കോവിഡ് പാൻഡമിക് ആയിക്കോട്ടെ, അങ്ങനെ സമൂഹത്തിന് സന്ദേശം നൽകുന്ന തരത്തിലുള്ള ചിത്രങ്ങളാണ് താങ്കൾ എപ്പോഴും പങ്കുവെക്കുന്നത്. താങ്കളുടെ എക്സിബിഷൻ ആയിക്കോട്ടെ, എല്ലാം വ്യത്യസ്തനാക്കുകയാണ് താങ്കളെ. മറ്റുള്ളവരിൽ നിന്നും ഈ ശ്രീപ്രകാശിനെ വ്യത്യസ്തമാക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണോ? ഈ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ചിത്രങ്ങൾ പങ്കുവെക്കുന്നതിലൂടെ താങ്കൾ എന്ത് സന്ദേശമാണ് നൽകുന്നത്? നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ലേ. നമ്മൾക്കിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുറച്ചൊക്കെ വരയ്ക്കാനും എഴുതാനും മാത്രമേ, അതും അത്ര വലിയ ഗംഭീര എന്തെന്ന് വന്നില്ല, അത് മാത്രമാണ് എനിക്ക് പറ്റുന്നൊരു മീഡിയം. അപ്പോൾ അത് വളരെ എങ്ങനെ അത് എത്തിക്കാം, അതിനുള്ള ശ്രമങ്ങളാണ്. പഹലാത്തിരങ്കി അതിന് വേണ്ടിയുള്ള ശ്രമമാണ്. ഫസ്റ്റ് ട്രൈ കളർ, വി ഷുഡ് സല്യൂട്ട് ദാറ്റ്. ഇറ്റ്സ് എ സല്യൂട്ടേഷൻ ടു ദാറ്റ് ഫസ്റ്റ് ട്രൈ കളർ through this micro movie song I have made. Sure. സർ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അതായത് ഇന്നത്തെ ദിവസം യുവതലമുറനായിക്കോട്ടെ ആർക്കും, ഞാൻ ഒരു പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യുന്നില്ല, ഒരുവിധപ്പെട്ട ആർക്കും ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത അറിയില്ല. നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആൻഡമാനിലെ പോർട്ട് ബ്ലെയറിൽ ഇന്ന് നമ്മുടെ അഭിമാനമായ ത്രിവർണ്ണ പതാക പാറിച്ച ദിവസമാണ്. അപ്പോൾ അങ്ങനെ ഓർത്തെടുക്കാൻ കഴിയാത്ത തരത്തിൽ ചിലർ അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം അവരോടൊന്ന് പറയാവുന്നതാണ്. തീർച്ചയായിട്ടും. അത് ഡിസംബർ 29 അദ്ദേഹം എത്തുന്നത്, സുഭാഷ് ചന്ദ്രബോസ്. എന്നിട്ട് 30 അദ്ദേഹം അത് പതാക ഉയർത്തുന്നത്. അതെന്ന് പറയുന്നത് ത്രിവർണ്ണമായിരുന്നു. അതിനകത്ത് പക്ഷേ ടൈഗർ ആയിരുന്നു അതിനകത്തെ ഒരു മെയിൻ, അതിൻ്റെ സെൻട്രൽ പോർഷൻ എന്ന് പറയുന്നത്. കാരണം അദ്ദേഹം ഇൻ്റർനാഷണൽ ആർമിയുടെ ആളായിരുന്നല്ലോ, INA-യുടെ. ജാപ്പനീസുമായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് ഉയർത്തിയിട്ട് അദ്ദേഹം പറയുമായിരുന്നു, I am very proud to say that we are completely free from the British rules.
അങ്ങനൊരു സന്തോഷത്തോടാണത് ഉയർത്തുന്നത്. അപ്പോൾ അതൊരു വല്ലാത്തൊരു ഫീലിംഗാണത്. പക്ഷേ ഇതാരും കണ്ടെത്തുന്നില്ല എന്നുള്ളൊരു വിഷമമുള്ളൊരു കാര്യമാണ്. അത് ചരിത്രത്തിൽ ഇത് രേഖപ്പെടുത്തണം, പുസ്തകങ്ങളിൽ വരണം, പാഠ്യ പദ്ധതിയിൽ ഇത് ഉൾപ്പെടുത്തണം. അറിയട്ടെ, വരാൻ പോകുന്ന തലമുറ അറിയട്ടെ എങ്ങനെയായിരുന്നു നമ്മൾ ഈ സ്വാതന്ത്ര്യത്തിലേക്ക് വന്നത്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആരായിരുന്നു? ഈസ് ദ ഹീറോ ഓഫ് ദ ഹീറോസ്. അപ്പോൾ അദ്ദേഹത്തിനെക്കുറിച്ച് നമ്മൾ അറിയണ്ടേ. അതിനൊരു വഴിയാണ്, അത് ചെയ്തേ പറ്റൂ. അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്താൽ വരാൻ പോകുന്ന കുട്ടികൾ അതിനെക്കുറിച്ച് അറിയും. അങ്ങനെയാണ് ഈ ആൻഡമാൻ കൂടെ പ്രൊമോട്ടാവും. അത്രയും നല്ലൊരു സ്ഥലത്താണിത് നടന്നത്. അവിടെ ഒത്തിരി വേദന അനുഭവിച്ച മനുഷ്യരുണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ ഓർക്കേണ്ടതല്ലേ ഭാരതീയൻ എന്നുള്ള നിലയിൽ നമുക്ക് ചെയ്യേണ്ടത്. അത് തീർച്ചയായും ഈ കലാകാരന്മാരോടുള്ള പൊതുവെയുള്ള ചോദ്യമാണ്. അതായത് ഈ കലയും ജീവിതത്തെയൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ ഒരേ ദൂരിൽ കോർത്തിണക്കി കൊണ്ടുപോകാൻ സാധിക്കുക എന്ന് പറയുന്ന ഒന്നാമത്തെ കാര്യം പ്രധാനമായിട്ടെന്ന് പറയുന്നത്, നമുക്ക് ഈ കലാകാരന്മാരെന്ന് പറയുമ്പോൾ ഒരു സാധാരണ മനുഷ്യർ തന്നെ അവരുടെ ഒരു സഹൃദയത്വം, മറ്റുള്ളതിനോട് പ്രതികരിക്കേണ്ട ഒരു സഹൃദയത്വം, അതാണ് പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ. അവർ കുറച്ചൊക്കെ സെൻറ്റിമെൻ്റലായിരിക്കും. അവർക്ക് ദുഃഖങ്ങൾ കണ്ടു നിൽക്കാനൊക്കെ ഇല്ല, ക്രൂരത കണ്ടു നിൽക്കാനൊക്കെ ഇല്ല. അപ്പോൾ അവർ ഏതെങ്കിലും തരത്തിൽ അതിൻ്റെ ക്രിയേറ്റ് ചെയ്ത് അതിനെ ഒരു ഭാവം ഉണ്ടാക്കിയെടുക്കും മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ അവരവരോട് തന്നെ സംസാരിക്കാൻ വേണ്ടിയിട്ടും കൂടെ ആയിരിക്കണം. ഒരു ചിത്രകല എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ വളരെ ചെറിയ സ്ഥലമാണ് ആൻഡമാൻസ്. അവിടെ നമ്മൾ സംവേദിക്കുക, നമ്മളോട് തന്നെയാണ് സംവേദിക്കുന്നത്. വെൻ വി ആർ ഡൂയിങ് എ പെയിൻറ്റിങ് ഓർ എ ഡ്രോയിങ്, വി ആർ ടോക്കിംഗ് ടു അവേഴ്സെൽഫ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. ആക്ച്വലി ഒന്നാമത്തെ കാര്യം ശബ്ദമില്ല. എന്താ അതിന് പറയുന്നത് ഈ ചിത്രകലയ്ക്ക്? ബട്ട് ഇറ്റ് സ്പീക്സ് എ ലോട്ട്. ഇറ്റ്സ് സൈലൻറ്റ് ബട്ട് സ്പീക്സ് എ ലോട്ട്. നമ്മൾ ഒരു ക്യാൻവാസിൽ ചിത്രം വരയ്ക്കുമ്പോൾ അതൊരു ഒരു ഭാഷയാണത്, ഒരു ദൃശ്യഭാഷയാണ്. ആൾക്കാരതിലൂടെ നമുക്കതിലൂടെ കൺവേ ചെയ്യാൻ പറ്റുന്നു നമ്മുടെ ഐഡിയ എന്താണെന്നുള്ളത്. പിന്നെ എഴുത്തെന്ന് പറയുന്നത് അത് തന്നെ, അത് വാക്കുകളിലൂടെയുള്ള എന്തായാലും പറയുന്നത് ഒരു വിഷ്വൽ സൃഷ്ടിക്കുകയാണ്. അപ്പോൾ ഇതിൽ പിന്നെ രണ്ടാമത്തെ കാര്യം ഇപ്പം നമ്മൾ കാണാറുള്ള ഫിലിംസ് അതെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇതിൽ കണക്ട് ചെയ്തില്ലേ പോകുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ഫിലിം ചെയ്യുന്നതിന് മുമ്പ് ഇതാണ് ഫിലിം തന്നെയാണത്. ഫിലിമിൻ്റെ അത്രയും തന്നെ ടാസ്ക് ഉണ്ട് ഇത് ചെയ്യുമ്പോൾ. 12 ദിവസത്തെ ഷൂട്ടായിരുന്നു ആൻഡമാനിൽ. അപ്പോൾ അതിന് മുമ്പ് കൃത്യമായിട്ടൊരു സ്റ്റോറി ബോർഡ്, അതിൻ്റെ ഒരു ഡ്രോയിങ്സ് അതെല്ലാം ഉണ്ടാക്കിയിട്ടാണ് വർക്കിലേക്ക് കടക്കുന്നത്. പ്രീ പ്രൊഡക്ഷൻ വർക്ക് എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു. യെസ്, ശ്രീ എസ് എൻ ശ്രീപ്രകാശ്, അതായത് ഒരു കലാകാരൻ എന്ന നിലയിൽ താങ്കളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? ഇനി എന്തൊക്കെയാണ് അപ്കമിങ് പ്രോജക്ട്സ്? എനിക്ക് മഹാഭാരതം വരയ്ക്കണമെന്നുണ്ട്. അതൊരു ബിഗ് പ്രോജക്റ്റ് ആയിരിക്കും. ഇറ്റ് വിൽ ടേക്ക് 3 years ഐ തിങ്ക്. ഞാൻ ഒറിജിനൽ മഹാഭാരതത്തിനെ ബേസ് ചെയ്തിട്ട് സ്റ്റഡി ചെയ്ത് ഒരു വലിയ ഒരു വർക്കായിരിക്കും അത്. ബിഗ് ക്യാൻവാസസ് ആയിരിക്കും, കോൺവെർസേഷൻസ് ഉണ്ടാവും അതിനകത്ത് പ്രധാനമായിട്ടും. പിന്നെ അതിൻ്റെ യഥാർത്ഥ രീതിയിലുള്ള എന്താണ് യഥാർത്ഥമായിട്ടുള്ള മഹാഭാരതം അതിനെക്കുറിച്ചായിരിക്കും ഞാൻ വരയ്ക്കുന്നത്. അല്ലാതെ ഇറ്റ് വിൽ നോട്ട് ബി പെയ്ഡ് ഈസ് കണക്റ്റഡ് ടു ദ നോവൽസ് റിട്ടൺ ബൈ ദി അതർ പീപ്പിൾ. ഇത് ബേസ്ഡ് ഓൺ ഒറിജിനൽ മഹാഭാരതം അങ്ങനെയായിരിക്കും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് എൻ്റെ ഒരു ആഗ്രഹം ഇനിയുള്ളത്. നന്നായിരിക്കട്ടെ, ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ. വളരെയധികം നന്ദി ശ്രീ എസ് എൻ പ്രകാശ്, ഈ പുത്തൻപുലരിയിൽ ഞങ്ങളുടെ അതിഥിയായി ചേർന്നതിന് ഒന്നുകൂടി അഭിനന്ദിക്കുകയാണ്. മൈക്രോ മൂവി സോങ്, അത് പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും പ്രചോദനം നൽകുന്ന ഒരു ഗാനം തന്നെയാണ്. ആ ത്രിവർണ്ണ പതാകയുടെ പ്രാധാന്യം അത്രത്തോളം വിളിച്ചോതിയിട്ടുണ്ട് താങ്കളുടെ ആ കലാസൃഷ്ടിയിൽ. വളരെയധികം നന്ദി. വളരെയധികം നന്ദി ആൻഡ് ജയ് ഹിന്ദ്. ഇനി നമുക്ക് ഒരു ചെറിയ ഇടവേള. Lights! The all-new Jupiter is more than more. Style more.